ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സ്റ്റോറി ഡേ ആണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ 107ാമത്തെ സ്റ്റോറിയാണ്. സ്റ്റോറികളുടെ എണ്ണത്തിൽ അതിൽ കൂടുതലാണ്, എങ്കിലും 107ാമത്തെ ദിവസം. അപ്പം ഇന്ന് നമ്മുടെ വേദിയിൽ വരാത്ത, എന്നാൽ കഥ പറയാൻ വരാത്ത, എന്നാൽ നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും സജീവമായിട്ടുള്ള മീനാക്ഷി മാമാണ് എന്ന് കഥ പറയുന്നത്. തീർച്ചയായിട്ടും വിഖ്യാതമായ ഒരു കഥയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേട്ടിരിക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുനിന്നുള്ള വാല്യൂസ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അടർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കഥകളുടെ എല്ലാം ഇതുവരെയുള്ള എപ്പിസോഡുകളുടെയൊക്കെ വലിയ പ്രത്യേകതകൾ. ഒത്തിരിയും നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം ഇതെല്ലാം ഓപ്പൺ അപ്പ് ആകുന്ന ഒത്തിരിയും ഇൻസിഡൻറ്റുകൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു. മീനാക്ഷി മാമിനെയും. മീനാക്ഷി മാം, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് എവ്രി വൺ. കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെയൊക്കെ കണ്ടിട്ട്. വേറെ കുറച്ച് തിരക്കുകൾ കാരണമാണ് ഇപ്പം വേറെ ഒരു ക്ലാസ്സിലേക്കും വരാനായിട്ട് പറ്റാത്തത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കഥ പറയാമെന്ന് ഏറ്റിരുന്നു. ഓരോ കാരണങ്ങൾ കൊണ്ട്. അപ്പം ഇന്ന് എന്തായാലും ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കഥ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവാം, ഉറപ്പായിട്ടും. കാരണം ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. വാട്ട് മെൻ തിങ്ക് ഇറ്റ് എന്ന് പറയണേ. ഈ ഇതിൽ മെൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആണുങ്ങളെ എന്ന അർത്ഥത്തിലല്ല. സത്യത്തില് ഇതിൽ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ എന്നുള്ള അർത്ഥത്തിലാണ്. മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് സത്യത്തിൽ. ലിയോ ടോൾസ്റ്റോയുടെ ഒരു ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളുള്ളതിൽ ഒരെണ്ണം മാത്രമാണിത്. വളരെ പ്രശസ്തവും ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളും കൂടിയാണ്. ഞാൻ എന്താ പറയുക, ലിയോ ടോൾസ്റ്റോയിനെ പറ്റി ഒരുപാട് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നത് കൊണ്ട്. അദ്ദേഹത്തെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഒരാൾ വിശേഷിപ്പിച്ചത് മാത്രം പറയാം. അദ്ദേഹം പറഞ്ഞത് സന്യാസി തുല്യനായ അല്ലെങ്കിൽ സന്യാസി വര്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ടോൾസ്റ്റോയ് എന്നുള്ളതാണ്. അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അറിഞ്ഞപ്പോൾ അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി, അതിൻ്റെ പുറകിൽ ഒരു രസികൻ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ലിയോ ടോൾസ്റ്റോയുടെ ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഞാൻ ഇവിടെ കോഴിക്കോട് ഒരു യൂക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തു. ആ പരിപാടി ഇങ്ങനെയായിരുന്നു: കുറച്ച് മുത്തശ്ശിമാരെ വിളിച്ച് കഥ പറയിച്ച് സ്കൂൾ കുട്ടികളെ എല്ലാം അതിൽ പങ്കെടുപ്പിച്ചിട്ട് ഈ കുട്ടികളെ 3 ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ പറഞ്ഞ കഥ ഒരു കൂട്ടര് അതേപോലത്തെ ഒരു കഥ ഉണ്ടാക്കി പറയുക, വേറൊരു കൂട്ടര് അത് നാടകം പോലെ അവതരിപ്പിക്കണം, വേറൊരു കൂട്ടര് ഇതേപോലെ അതിനെ എന്താ പറയുക, റോൾ പ്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ 3 തരമായിട്ട് അത് ചെയ്യണം. ഒരാൾ ചിത്രങ്ങൾ വരയ്ക്കണം, മൂന്നാമത്തവരോട് ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പരിപാടിക്ക് ഞാനൊരു മുത്തശ്ശി അല്ല കേട്ടോ. അപ്പോൾ ആരും മുത്തശ്ശിയെ കിട്ടാഞ്ഞത് കൊണ്ട് അന്ന് അവരെന്നെ വരുമോ എന്ന് ചോദിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അറിയപ്പെടുന്ന കുറേ വ്യക്തികളൊക്കെ ആയിരുന്നു. ബാക്കി 2 പേര് 3 പേരാണ് കഥ പറഞ്ഞത്. അതിൽ ഞാൻ പറഞ്ഞ കഥയായിരുന്നു ഇത്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ് എന്നുള്ള സ്റ്റോറി. അതും ഇതുപോലെ ചെറിയ സ്റ്റോറി ആണെങ്കിലും അതിലെ മെസ്സേജ് അത് എന്താ പറയുക, ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആ സ്റ്റോറി. അപ്പോൾ ഈ ടോൾസ്റ്റോയുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ എനിക്ക് ആ മെമ്മറീസ് ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടി നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിൽ ടോൾസ്റ്റോയുടെ ഒരുവിധം എല്ലാ സ്റ്റോറീസും റഷ്യയിൽ നടന്ന കഥകൾ തന്നെയാണ്. അപ്പോൾ ഇതും റഷ്യയിൽ നടന്ന ഒരു കഥയാണ്. അവിടെ ഒരു എന്താ പറയുക, ചെരുപ്പൂത്തി ജീവിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക, റിച്ച് ഒന്നും ആയിരുന്നില്ല അവര്. അന്നന്ന് അന്നത്തിനുള്ള വക കിട്ടുക, അതിൽ ശുഷ്കിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ എങ്കിലും അവർ വളരെ ഹാപ്പി ആയിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്.
അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചെരുപ്പ് കുത്തിക്ക് ഒരു ആഗ്രഹം തോന്നി. തൻ്റെ ഭാര്യയുടെ കമ്പിളി പുതപ്പ് ഒരുപാട് പഴകിയതായിട്ടുണ്ടെന്നും അവൾക്ക് ഒരു പുതിയത് ഒരെണ്ണം വാങ്ങിക്കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇപ്പം മുതൽക്ക് പൈസ സ്വരുക്കൂട്ടിയാൽ മാത്രമേ വിന്റർ വരുമ്പോഴത്തേക്കും ആ പൈസ ആവുള്ളൂ എന്നും അപ്പോഴത്തേക്കും എന്നിട്ട് വേണം അവൾക്ക് ഈ വിന്റർ ആകുമ്പോഴത്തേക്കും പുതിയൊരു കമ്പിളി പുതപ്പ് വാങ്ങിക്കൊടുക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ കുറച്ച് കുറച്ച് നുള്ളിപ്പെറുക്കി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ വിന്റർ വന്നു. വിന്റർ തുടങ്ങിയ സമയത്ത് റഷ്യയിലൊക്കെ വിന്റർ ഭയങ്കര മോശമാണ്. മഞ്ഞിങ്ങനെ മൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാനും പോവാനും ഒന്നും പറ്റാത്ത തരത്തിൽ അത്രയ്ക്കും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ മഞ്ഞ് തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഇദ്ദേഹം തൻ്റെ കുടുക്ക പൊട്ടിച്ച് പൈസയൊക്കെ എണ്ണി എടുത്ത് ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോയി നിനക്ക് നല്ലൊരു കമ്പിളി വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് പോവാം. ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അയാൾ ആ പൈസയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോവാം. മാർക്കറ്റിൽ പോയി ഓരോ കടകളിലും കയറി അതിലെ കമ്പിളി പുതപ്പുകൾ ഓരോന്നായിട്ട് എടുത്തു നോക്കി. പക്ഷെ തൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു കമ്പിളി പുതപ്പ് പോലും കിട്ടില്ല എന്ന സത്യം അയാൾ മനസ്സിലാക്കുകയാണ്. അയാൾ ഒരുപാട് വിഷമിച്ചു. കാരണം എങ്ങനെയെങ്കിലും ഒരെണ്ണം വാങ്ങാം എന്ന പ്രതീക്ഷ അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ കടയിൽ നിന്ന് പോലും അയാളുടെ കയ്യിലുള്ള പൈസയ്ക്കുള്ള ഒരു കമ്പിളി പുതപ്പ് കിട്ടാനില്ല. അങ്ങനെ വളരെ സങ്കടപ്പെട്ട് വളരെ വിഷമിച്ച് അയാൾ തിരിച്ചു വീട്ടിലേക്ക് നടക്കാം. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ അയാൾ ഒരു പള്ളി കാണാം, ചേർച്ച്. ആ പള്ളിയുടെ മുമ്പില് കുരിശുരൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് തൻ്റെ വിഷമം ബോധിപ്പിച്ച് വീട്ടിലേക്ക് പോവാം എന്ന രീതിയിൽ അവിടെ പോകുന്ന സമയത്ത് ആ പള്ളിയിലേക്ക് പടികൾ കയറി പോകുന്നതിൻ്റെ അവിടെ ഒരാൾ അർദ്ധനഗ്നനായി ഇങ്ങനെ കിടക്കുകയാണ്. അയാളുടെ മേലെ കമ്പിളിയില്ല, പുതപ്പില്ല, ഒന്നുമില്ല, അർദ്ധനഗ്നനാണ്. അയാളുടെ മേലെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ഞ് വീണ് 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 കൊണ്ടിരിക്കുക. കുറച്ചു നേരം കൂടി അയാൾ അവിടെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോവും, ഉറപ്പാണെന്ന് ഇയാൾക്ക് അറിയാം. അപ്പൊ അത് കണ്ടപാട് അയാൾ പ്രാർത്ഥനയും മറന്നു, ദൈവത്തോട് കാര്യം പറയാനും ഒക്കെ മറന്നു. അയാളുടെ കോട്ട് ഊരിയിട്ട് ഇയാളെ അതുകൊണ്ട് പുതപ്പിച്ച് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അയാളുടെ തോളിൽ സപ്പോർട്ട് ചെയ്തിട്ട് അയാളെയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് പോയി. അയാളുടെ വീട്ടിലേക്ക് എത്താറാവുമ്പോൾ തന്നെ ഭാര്യ ഇയാളെയും നോക്കി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം എനിക്ക് പുതിയ കമ്പിളി പുതപ്പ് കിട്ടും, അടിച്ചു പൊളിക്കാം എന്നുള്ള സന്തോഷത്തിൽ ഭാര്യ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അയാൾ ഏകദേശം അടുത്തെത്താറായപ്പോൾ ഭാര്യ കണ്ടപ്പം കയ്യിൽ പൊതിയൊന്നും കാണുന്നില്ല. അതുകൂടാതെ എന്താണ്, ഒരു മനുഷ്യനെ, തന്നെക്കാളും വയ്യാത്ത ഒരു മനുഷ്യനെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ വിചാരിച്ചു, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു, ദൈവമേ എന്തൊരു മനുഷ്യൻ. അങ്ങനെ അയാളെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ത്രീക്ക് നല്ല ദേഷ്യം. സത്യമായിട്ടും ഇവർക്ക് കിട്ടേണ്ട കമ്പിളി പുതപ്പില്ല എന്നുള്ള സങ്കടം, അതിലുള്ള ഡിസപ്പോയിൻമെന്റ്, അതിൻ്റെ കൂടെ നമ്മളെ ദാരിദ്ര്യത്തിൽ കഴിയാണ്, അഷ്ടിക്ക് വകയില്ല. അപ്പോഴാണ് ദേ ഒരാളെ പെറുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ ആ സ്ത്രീ വായ തോന്നിയതെല്ലാം വിളിച്ചു പറയുക. എന്താ പറയുക, പോയതൊരു കാര്യത്തിന് തിരിച്ചു വരുമ്പോൾ വേറൊരു കാര്യം ചെയ്തു വരിക. വീട്ടിലെ ദാരിദ്ര്യത്തിനെ പറ്റി ഒരു ചിന്തല്ല, അവനവൻ അടുത്ത നേരം കഴിക്കാൻ ഭക്ഷണമില്ല, അപ്പം ഇനി മൂന്നാമത്തെ ഒരാളെ തിന്നാൻ കൊണ്ട് ഇങ്ങനെ കട 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 ഇങ്ങനെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല. ആ കൂടെ വന്ന ആളാണെങ്കിൽ തല പൊക്കിപ്പോലും ഇവരെ നോക്കുന്നില്ല. ഇങ്ങനെ കുറേ നേരം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ആ സ്ത്രീ ആ കൂനി കൂടിയിരിക്കുന്ന മനുഷ്യനെ ഒന്നും കൂടി നോക്കുന്ന. എന്നിട്ട് എന്ത് പറയാനാ, ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അടുക്കളയിലേക്ക് പോവാം. അവിടെ ഉണ്ടായിരുന്നു നുള്ളി പെറുക്കി ഒരു കുറച്ച് പച്ചക്കറി, എന്തൊക്കെയോ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് അവരൊരു സൂപ്പാക്കി അതൊരു ബൗളിലാക്കിയിട്ട് അത് കൊണ്ടുവരാം. അത് കൊണ്ടുവന്നിട്ട് ഈ കൂനി കൂടിയിരിക്കുന്ന ആളുടെ മുമ്പിലേക്ക് നീട്ടിയിട്ട് പറയാ, ഇത് കുടിച്ചോളൂ, നല്ല ചൂടുണ്ട്, അപ്പോൾ തണുപ്പിന് നല്ല ആശ്വാസം കിട്ടും, ശരീരത്തിലെല്ലാം ഈ ചൂട് കയറി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ജീവനൊക്കെ വെക്കും, ഇത് കുടിച്ചോളൂ എന്ന്. ഈ പാത്രം നീട്ടിയതും ഇത് പറഞ്ഞതും അയാൾ തല പൊക്കി ആ സ്ത്രീയെ നോക്കുന്നുണ്ട്. ആ സ്ത്രീയെ ഇത്ര നേരം ഒച്ച വെച്ച് ഇത്രയും ബഹളം ഉണ്ടാക്കിയ ഒരു സ്ത്രീ സ്നേഹത്തോടു കൂടി വളരെ ഇത് കൊണ്ടുവന്ന് തന്ന് അയാൾക്ക് കൊടുത്തതാണ്. അപ്പം അയാൾ ആ സ്ത്രീയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് ഒരു ചിരി പാസ്സാക്കുന്നുണ്ട്. കൃതജ്ഞതയോടെയുള്ളൊരു ചിരിയായിരുന്നു അത്. അത് കഴിഞ്ഞു, അവരെല്ലാവരും അന്നത്തെ ദിവസം കടന്നു. പിന്നെ നോക്കുമ്പോൾ ഇയാളെവിടേക്ക് എണീറ്റ് പോകുന്നില്ല. അവരുടെ വീട്ടിൽ തന്നെ ഇയാൾ കൂടി.
അപ്പം ചെരുപ്പൂത്തി വിചാരിച്ചു ഈ മൂന്നാമത്തെ ഒരാളും കൂടി തീറ്റ കൊടുക്കണേ, ഞാൻ എന്തോരം പണിയെടുക്കണം. അപ്പൊ അതിനേക്കാൾ നല്ലത് അയാളെ പണി പഠിപ്പിക്കാം. അയാളെ പണി പഠിപ്പിച്ച് എന്തായാലും അയാൾ ഇവിടുന്ന് പോണില്ല, എന്നാ പിന്നെ അയാളെ പണി പഠിപ്പിച്ചേക്കാം. പണി പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ച് ഇയാള് ചെരുപ്പ് തുന്നാനായിട്ട് ആ വന്ന ആളെ പഠിപ്പിക്കുക. പഠിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അയാള് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അയാൾ ഭയങ്കര സ്പീഡിൽ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ഒരൊറ്റ പ്രാവശ്യത്തിൽ തന്നെ നല്ല വൃത്തിക്ക് അയാള് ചെരുപ്പും ഷൂസും ഒക്കെ ഉണ്ടാക്കാനായാലും പൊട്ടിയത് തുന്നുന്നതിലായാലും അത്രയും ഭംഗിയിലാണ് അയാളുടെ പണി. അപ്പൊ കൊണ്ടുവരുന്ന കൊടുക്കുന്നവരെല്ലാം ഈ പണി കണ്ടിട്ട് ഒരുപാട് ഇയാളെ പുകഴ്ത്തുന്നുണ്ട്, വളരെ ഭംഗിയായി അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ വാർത്ത അവിടെ മുഴുവൻ പരക്കണം. അപ്പോൾ എല്ലാവരും മറ്റെവിടേക്കും പോകാതെ ഇവിടെ കൊണ്ടുവന്ന് അയാളുടെ അടുത്ത് ചെരുപ്പ് തുന്നാനും ഷൂസ് ഉണ്ടാക്കാനും ചെരുപ്പ് ഉണ്ടാക്കാനും എല്ലാം ഈ ചെരുപ്പൂത്തിൻ്റെ അടുത്ത് തന്നെ വരാൻ തുടങ്ങി. അപ്പം അയാൾക്ക് അത്യാവശ്യം കാശൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, നന്നായി ഇയാളെ ചെരുപ്പ് തുന്നാൻ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. ഏതായാലും എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, അതൊരു സമാധാനമാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സാറിൻ്റെ നോബിൾ, അവിടെയൊക്കെ സാറാണല്ലോ, രാജാവല്ലല്ലോ. അപ്പൊ അവിടുത്തെ ആ രാജാവിൻ്റെ ഒരു മന്ത്രിയായിട്ട് ഉള്ള ഒരാള്, വളരെ പ്രമുഖനാണ് അയാള്, ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയാണ്, പ്രശസ്തനാണ്, മൂക്കിൻ്റെ ഇവിടെയാണ് അയാൾക്ക് ശുണ്ഠി, അങ്ങനെയുള്ള ഒരാള് തൻ്റെ പരിവാര സമേതം ഈ ചെരുപ്പൂത്തിയുടെ വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിലേക്ക് വന്നതോടനെ ഇയാൾ എണീറ്റ് ഭവ്യതയോടുകൂടി നിന്നു, തൊഴുതു, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അതെ, ഇവിടെ ഇപ്പം നിനക്ക് ആരോ ഒരാള് കൂടെയുണ്ട്, ചെരുപ്പ് തുന്നാൻ ഭയങ്കരമായിട്ട് തുന്നുന്നുണ്ട്, നാട് മുഴുവൻ അതിനെ പറ്റിയിട്ട് ഭയങ്കര പ്രശംസയും വാക്കുകളും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ദാ ഈ തുകല് പിടിച്ചോ, ഈ തുകൽ ഞാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാ, ഇവിടെ എവിടെയും കിട്ടില്ല. ഇത്രയും വില പിടിച്ചൊരു തുകൽ നീ ഇന്ന് വരെ തുന്നിയിട്ടും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ തുകൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുമ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ തുകലെങ്ങാനും നീ നശിപ്പിച്ചാൽ നിന്റെ ജീവിതം പോയി എന്ന് കൂട്ടിയാൽ മതി, അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടുകൂടി വേണം നീ ഈ ഷൂസ് എനിക്ക് ഉണ്ടാക്കി തരാൻ. എനിക്ക് നല്ലൊരു ബൂട്ട്സ് ആണ് ഉണ്ടാക്കി തരേണ്ടത്, മഞ്ഞുകാലത്ത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അത് നല്ല പൊക്കത്തിൽ നല്ല വൃത്തിക്ക് ഇന്ന മാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഡിസ്ക്രിപ്ഷനൊക്കെ അയാൾ പറഞ്ഞു. അപ്പോൾ ഉടനെ ഇയാൾ ശരി എന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് ആളെ വിളിച്ചു, പുതിയതായിട്ട് വന്ന ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു ഷൂസിൻ്റെ അളവെടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം അങ്ങനെ അയാൾ വന്നു, ഈ ആളുടെ കാലിൻ്റെ കീഴിൽ നിന്നും അയാളുടെ കാലിൻ്റെ അളവെടുക്കുന്ന സമയത്ത് അയാള് പിന്നെ ഈ ഈ നോബിളിന്റെ മുഖത്തേക്ക് തല പൊക്കി ഒന്ന് നോക്കി, എന്നിട്ട് ഒരു ചിരി ചിരിച്ചു, വേറെ ഒന്നും പറഞ്ഞില്ല. അത് കണ്ട നോബിൾ അയാളോട് ചോദിച്ചു, ആ നീ ഇപ്പൊ ചിരിച്ചോ, എത്ര വേണമെങ്കിലും ചിരിച്ചോ, അതൊന്നും വിരോധമൊന്നുമില്ല, പക്ഷെ എങ്ങാനും ഒരു തരി തെറ്റ്, എവിടെയെങ്കിലും ഒരു അബദ്ധം എൻ്റെ ഷൂസിൽ പറ്റിയ നീയും ഇയാളും രണ്ടുപേരും ജയിലിൽ ബാക്കി ജീവിതം ചിരിച്ചുകൊണ്ട് കഴിയേണ്ടി വരും, അതുകൊണ്ട് അതിന് തയ്യാറായിക്കോ, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ഇയാള് ശരിന്ന് തലയാട്ടി ഇയാൾ ഉള്ളിലേക്ക് പോയി. ഇയാളപ്പം എനിക്കത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ വേണം, അതുകൊണ്ട് വേഗം പണി തുടങ്ങിക്കോ എന്നെല്ലാം ഭയങ്കര, ഞാൻ ആരാന്നറിയാലോ എന്നെല്ലാം ഒന്നും കൂടി ഓർമ്മിപ്പിച്ച് അയാളും പരിവാരങ്ങളും എല്ലാവരും കൂടി പോയി. അവരെല്ലാം പോയി കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ ചെക്കൻ ആ പുതിയ തുകലൊക്കെ എടുത്തു വെച്ച് അയാൾ എന്തൊക്കെയോ തട്ട് മുട്ട ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് വന്ന് നോക്കിയപ്പോൾ ദൈവമേ, ചെരുപ്പൂത്തി ഞെട്ടി വിറച്ച് ഒന്നും അല്ലാണ്ടായി. അതെന്താന്ന് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഈ നോബിൾ പറഞ്ഞിട്ട് പോയത് അയാൾക്ക് വേണ്ടത് ഒരു ബൂട്ട്സ് ആണെന്ന്. പക്ഷെ ഈ ചെക്കൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയിലെല്ലാം ആൾക്കാർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലിലിടുന്ന ഒരു പ്രത്യേക തരം ഷൂസ് ഉണ്ട്. ആ ഷൂസാണ് ഈ ചെക്കനിരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ തല പോയല്ലോ, എൻ്റെ ജീവിതം നശിച്ചു, ഞാനിവൻ എന്തിനാണ് ഇതെല്ലാം ഏൽപ്പിച്ചത്, ഞാൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു, ഇനി എന്നും പറയാൻ അയാളെ ഓന്ന് കരയാനും സങ്കടപ്പെടാനും കൂടി തുടങ്ങി നമ്മുടെ ചെരുപ്പൂത്തി. അപ്പോൾ ആ
ഇയാളിങ്ങനെ പദം പറഞ്ഞ്, നീ എന്താണ്, നീ ഒന്നും മിണ്ടുന്നുമില്ല, തലപൊക്കി ആരെയും നോക്കുന്നുമില്ല, നീ ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ടെന്നല്ല, നീ ഇങ്ങനെ ഒരു പണി, എനിക്കൊരു കോടാലി വെക്കേണ്ട ഒരു കാര്യമില്ല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് അയാൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടേക്ക് ഒരാൾ ഓടി വരികയാണ്. ഇയാളുടെ വീട്ടിലേക്ക് ഓടിക്കത്തിച്ച് ഇയാളുടെ ചെരുപ്പൂത്തിയുടെ വീട്ടിലേക്ക് വരികയാണ്. അയാളെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പം ചെരുപ്പൂത്തിക്ക് മനസ്സിലായി തലേദിവസം വന്ന മന്ത്രിയുടെ കൂടെ വന്ന അനുചരനാണ് അയാളെന്ന്. ഇയാൾ തലയ്ക്ക് കൈയും കൊടുത്തു. അയാൾ തല പൊക്കി നോക്കാനും കൂടി ഉള്ള ധൈര്യമില്ലാതെ അവിടെ ഇരിക്കുക. അപ്പൊ അയാൾ പറഞ്ഞു, അതെ ചെരുപ്പൂത്തി, നീ തുന്നാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഒന്നും പറയുന്നില്ല, വളരെ ദയനീയമായിട്ട് അയാളെ നോക്കണം. അപ്പൊ വന്ന ആള് പറയാണ്, അതെ ഒരു കാര്യമുണ്ട്, ഇന്നലെ എൻ്റെ യജമാനൻ വന്നപ്പോൾ നിന്നോട് പറഞ്ഞതാണ് ബൂട്ട്സ് ഉണ്ടാക്കണം എന്ന്. ഈ മഞ്ഞുകാലത്ത് എനിക്ക് ഇട്ട് നടക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബൂട്ട്സ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ യജമാനൻ നിന്നോട് പറഞ്ഞത്. പക്ഷേ നീ അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ എൻ്റെ യജമാനൻ മരിച്ചു. അയാൾക്ക് ഇനി ബൂട്ട്സിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് വേണ്ടത് മരിക്കുമ്പോൾ ഇടുന്ന ഷൂസാണ്. അതുകൊണ്ട് നീ വേഗം ആ ഷൂസ് എത്രയും വേഗം പറ്റുമോ അത്രയും വേഗം അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് തരണം. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് അയാളെ അത് ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന്. ഇത് കേട്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി നമ്മുടെ ചെരുപ്പൂത്തിക്ക്. അയാൾ ഉടനെ ഈ ചെക്കനെ നോക്കി. ചെക്കൻ ആരെയും നോക്കുന്നൊന്നുമില്ല. അയാൾ വേഗം ആ 2 ഷൂസും വേഗം പൊതിഞ്ഞ് കെട്ടി വന്ന അനുചരൻ്റെ കയ്യിൽ കൊടുത്തു. മിണ്ടാണ്ട് അവനവൻ്റെ പാട്ടിന് അവിടെ പോയി ഇരുന്നു. ഇയാൾ ഇതും കൊണ്ട് പോയി. അപ്പൊ ഈ ചെരുപ്പൂത്തി ആലോചിച്ചു, ഈ വന്ന ചെക്കൻ വെറും ചെക്കനല്ല, ഇവൻ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അവൻ മിണ്ടുന്നില്ല, ഒരു കാര്യവും സംസാരിക്കുന്നില്ല, ചോദിച്ചാൽ മറുപടി പറയുന്നില്ല. ആകെ 2 പ്രാവശ്യം ഇത്രയും ദിവസത്തിൽ അവൻ ചിരിച്ചിട്ടുള്ളൂ. അതൊന്ന് തൻ്റെ ഭാര്യേനെ നോക്കിയിട്ടാണ്, ഒന്നും ഈ വന്ന ആളെ നോക്കിയിട്ടാണ്. അതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഈ ചെക്കൻ എന്താണ് എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലിങ്ങനെ നമ്മുടെ ചെരുപ്പൂത്തി വിചാരിച്ചു. അങ്ങനെ അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു സ്ത്രീ വരുന്നു 2 കുട്ടികളെയും കൊണ്ട്. ആ സ്ത്രീ 2 കുട്ടികളെ, ചെറിയ 2 കുട്ടികളെ, പെൺകുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു, ഈ 2 കുഞ്ഞുങ്ങൾക്കും ഈ മഞ്ഞത്ത് ഇടാൻ പറ്റുന്ന ഷൂസ് ഉണ്ടാക്കി തരണം. ഞങ്ങൾ ഭയങ്കര ദാരിദ്ര്യത്തിലുള്ളവരാണ്, അതുകൊണ്ട് ഒരുപാട് വിലയൊന്നും ഞങ്ങളോട് പറയരുത്, എനിക്ക് അത്രയും പൈസയൊന്നുമില്ല. അതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 2 കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളല്ല. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു പോയതാണ്. ഇവരുടെ അച്ഛൻ അതിനെത്രയോ മുമ്പേ മരിച്ചുപോയി. അപ്പൊ അത് കാരണം ഈ 2 കുഞ്ഞുങ്ങൾക്കും എനിക്ക് തന്നെ ഒന്നുമില്ല. പക്ഷെ അവരെ അനാഥരാക്കി അവിടെ ഇട്ടിട്ട് പോവാൻ എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ അവരെ എടുത്തു വളർത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അധികം പൈസയൊന്നും പറയാതെ ഇവർക്ക് 2 പേർക്കും ഷൂസ് ഉണ്ടാക്കി തരാൻ കനിവുണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ ചെരുപ്പൂത്തി വിചാരിച്ചു, ചെയ്തു കൊടുത്തേക്കാം, കുഞ്ഞുങ്ങളല്ലേ, തണുപ്പല്ലേ. ആ സ്ത്രീ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചെക്കനെ വിളിച്ചു. ആ കുഞ്ഞുങ്ങളുടെ ഷൂസിന്റെ അളവെടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ആ ചെക്കൻ വന്ന് ഈ 2 കുട്ടികളെയും നോക്കി, ആ സ്ത്രീനെ ഒന്ന് നോക്കി, എന്നിട്ട് വളരെ ഭംഗിയായി അവരെ നോക്കി ഒരു ചിരി കൊടുത്തു. ഒന്നും പറഞ്ഞില്ല, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചിരി മാത്രം. അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ ഷൂസ് എല്ലാം ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഈ ഷൂസ് എല്ലാം പൊതിഞ്ഞു കെട്ടി ചെരുപ്പൂത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചെരുപ്പൂത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയാളോട് പറഞ്ഞു, അതെ എനിക്ക് തിരിച്ചു പോകാൻ സമയമായി, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ദൗത്യവുമായിട്ട് വന്നതായിരുന്നു. എൻ്റെ പണി കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്ക് തിരിച്ചു പോകാതെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ്. എനിക്ക് ഇത്രയും ദിവസം ഇവിടെ താമസിക്കാൻ ഒരു സൗകര്യം തന്നതിനും നിങ്ങളുടെ എല്ലാം സ്നേഹത്തിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ എന്നെ പോകാൻ അനുവദിക്കണം എന്ന് അയാള് ചെരുപ്പൂത്തിയോട് റിക്വസ്റ്റ് ചെയ്തു. ചെരുപ്പൂത്തി പറഞ്ഞു, എനിക്കറിയായിരുന്നു നിന്നിൽ എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്നും നീ സാധാരണയുള്ള ഒരാളല്ലാന്നും എന്തൊക്കെയോ നിഗൂഢതകൾ നിന്നെ ചുറ്റിപ്പറ്റി ഉണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അതെന്താണ് എന്ന് എനിക്കറിയില്ല. ഒന്ന് നീ എനിക്ക് പറഞ്ഞു തരുമോ? നീ ഇവിടെ വന്നിട്ട് ഇന്നാണ് നീ സംസാരിക്കുന്നത്. നീ ഇതുവരെ സംസാരിച്ചിട്ടില്ല. നീ ആകെ 3 പ്രാവശ്യം ചിരിച്ചു. അതല്ലാതെ നീ മിണ്ടിയിട്ടേ ഇല്ല. ഇപ്പോഴാ സംസാരിക്കുന്നത്. നീ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം മാത്രം പറഞ്ഞു തരുമോ? ഈ 3 പ്രാവശ്യം നീ എന്തിനാണ് ചിരിച്ചത്? അതിന്റെ പൊരുൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാ വളരെ സന്തോഷമാവുമായിരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു,
ഞാൻ ഒരു മാലാഖയാണ്. ഞാൻ മരിച്ചവരെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാലാഖയാണ് ഞാൻ. പക്ഷേ എന്നെ ഒരു ദിവസം ഭൂമിയിലേക്ക് ഒരു സ്ത്രീനെ കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു. ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ എൻ്റെ കാലിൽ കിടന്ന് കെഞ്ചി കരഞ്ഞു പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ കൊണ്ടുപോകരുത്, എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാവും, അവർക്ക് ആരും ഇല്ലെങ്കിലേ ഇല്ല, ഞാനും കൂടി പോയാൽ അവർ മരിച്ചു പോകും, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കൊണ്ടുപോകരുത്, അവർ ഇത്തിരി വലുതായിക്കോട്ടെ, അത്രയും മാത്രം സാവകാശം ദയവായി എനിക്ക് തരണം എന്ന് കെഞ്ചിയപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അലിവ് തോന്നി, ദയ തോന്നി. ഞാൻ അവരോട് ശരി എന്ന് പറഞ്ഞ് അവരെ കൂട്ടാതെ ഞാൻ തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ യജമാനൻ എന്നോട് ചോദിച്ചു, എവിടെ, കൊണ്ടുവരാൻ പോയ ആൾ എവിടെ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല, അവരുടെ കരച്ചിലും അവരുടെ ദൈന്യതയും കണ്ടപ്പോൾ എനിക്ക് അവരെ കൂട്ടി വരാൻ തോന്നിയില്ല, അവർക്ക് ഇത്രയും കൂടി സമയം അനുവദിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ദൈവം പറഞ്ഞു, ആർക്കും കൂടുതൽ സമയം കൊടുക്കാൻ നമുക്ക് ആർക്കും അവകാശം ഇല്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ പോയി അവരെ കൂട്ടിക്കൊണ്ടുപോവാ, അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞ കാര്യം അതേ സമയത്ത് ചെയ്യാത്തതിനുള്ള ശിക്ഷ അപ്പൊ ഞാൻ നിനക്ക് പറയുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് നിവൃത്തിയില്ലാതെ അയാൾ ഭൂമിയിലേക്ക് വന്നു. ആ സ്ത്രീയെ അവിടെ നിന്നും തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം പറഞ്ഞു, നിനക്ക് ഭൂമിയിൽ എത്തിയപ്പോ അവരുടെ എല്ലാം വിഷമം, സങ്കടം, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കണ്ട് അരിഞ്ഞിട്ടാണല്ലോ നീ ആ സ്ത്രീനെ കൂട്ടിക്കൊണ്ടുവരാന്. അപ്പോ ഇതിൻ്റെയൊക്കെ പൊരുൾ, എന്തുകൊണ്ടാണ് ഭൂമിയിൽ ആൾക്കാർ ഇത്രയും വിഷമം, ബുദ്ധിമുട്ട്, ദുരിതം, സങ്കടം, പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കാൻ, അതെന്താന്ന് നീ ഭൂമിയിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരാൻ. അതുവരെ നീ ഭൂമിയിലേക്ക് പോവാ, അവിടുത്തെ പോയി ജീവിച്ച്, ഏറ്റവും പാവങ്ങളുടെ ഇടയിലേക്ക് പോയി ജീവിച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് തിരിച്ചു വരാൻ. അങ്ങനെ മേലേന്ന് ദൈവം തള്ളി താഴെ ഇട്ടതാണ് ഇയാള് പള്ളിമുറ്റത്ത് അർദ്ധനഗ്നനായി വീണത്. അപ്പോ അയാള് പറഞ്ഞു, ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സ്ത്രീ വന്നില്ലേ, ആ കുഞ്ഞുങ്ങളുടെ അമ്മേനെയാണ് ഞാൻ കൊണ്ടുപോകാതെ തിരിച്ചു പോയപ്പോ ഈ ശിക്ഷ എനിക്ക് കിട്ടിയത്. അപ്പോ ആ സ്ത്രീ അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, അവരുമായിട്ട് ഒരു രീതിയിലുള്ള കണക്ഷൻസും ഇല്ലാത്ത ഒരു സ്ത്രീ, സ്വന്തമായി ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഷ്ടപ്പാടിലും ഉണ്ടായിട്ട് പോലും അവരാ 2 പെൺകുഞ്ഞുങ്ങളെ എടുത്ത് സ്വന്തം പോലെ നോക്കുകയും എനിക്കല്ല എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണം എന്ന രീതിയിൽ അവർ പറയുകയും ചെയ്തപ്പോ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഉദാത്തമായ സ്നേഹം അതിന്നും ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാഴ്ച ഞാൻ ആ സ്ത്രീയിൽ കണ്ടു. ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് അവർക്ക് ആ സ്ത്രീയിൽ നിന്നും കിട്ടുന്ന സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ അവരെ നോക്കി ചിരിച്ചത്. അപ്പൊ ഇന്നും ഭൂമിയിൽ സ്നേഹം എന്നൊന്ന് നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. അവരുടെ അമ്മ മരിച്ചപ്പോ ആ കുഞ്ഞുങ്ങൾ മരിച്ചില്ല, അനാഥരായില്ല, ഒരു പ്രയാസങ്ങളോ അവർക്കില്ലാതെ നോക്കാൻ അവർക്ക് വേറൊരാൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ചെരുപ്പൂത്തി പറഞ്ഞു, ഓക്കെ, മറ്റു 2 ചിരി എന്തിനായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ഭാര്യ എനിക്ക് ഒരു ബൗളിൽ സൂപ്പ് തന്നപ്പോ അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവരുടെ കണ്ണിൽ ഞാൻ കണ്ട കമ്പാഷൻ, വേറൊരാളോട്, തൻ്റെ സഹജീവികളോട് തോന്നേണ്ട കമ്പാഷൻ എത്രമാത്രം ആ സ്ത്രീയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയതാണ്. ഭൂമിയിൽ ദാരിദ്ര്യമുണ്ടായിട്ടും കഷ്ടപ്പാടുണ്ടായിട്ടും അവർക്ക് സ്വന്തം അവരുടെ ബൗളിൽ അവർ കുറച്ചേ എടുത്തിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അതിലും കൂടുതൽ അവർ എനിക്ക് തന്നതാണ്, നിങ്ങൾക്ക് പോലും കുറവേ തന്നുള്ളൂ. പക്ഷെ അതിഥിയായ എന്നെ അവർ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഏറ്റവും കൂടുതൽ തന്ന് എൻ്റെ തണുപ്പ് മാറ്റാനും എനിക്ക് ജീവൻ നൽകാനും വേണ്ടി അവർ സ്വയം ത്യാഗം അനുഭവിച്ച ആ കമ്പാഷൻ, അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അവരെ നോക്കി ചിരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കമ്പാഷൻ എനിക്ക് തിരിച്ചറിയാറായപ്പോൾ ഞാൻ അവരോട് ചിരിച്ചത്. ഇനി മൂന്നാമത്തെ നമ്മളുടെ നോബിളിന്റെ കാര്യം. അയാൾ വന്ന് നിങ്ങളോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അയാൾക്കുണ്ടായിരുന്ന അഹംഭാവം,
അയാൾ വലിയൊരാളാണെന്നുള്ള അയാളുടെ തോന്നൽ, അയാൾ വിചാരിക്കുന്നത് അയാളെ ഭയങ്കരനാണ്, അതുകൊണ്ട് നമ്മളെല്ലാം എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച അയാൾ. ഞാൻ ഷൂസിന്റെ അളവെടുക്കുമ്പോ ഞാനിങ്ങനെ എന്തോ ഒന്ന് എനിക്ക് അറിയുന്നത് അയാളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ മരണം അയാളുടെ തൊട്ട് പുറകെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. മരണദേവൻ അയാളെ കൊണ്ടുപോവാൻ തയ്യാറായി പുറകിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അയാളെ നോക്കി ചിരിച്ചത്. മനുഷ്യ, നിന്റെ തൊട്ട് പുറകെ മരണമുണ്ട്, എന്നിട്ട് പോലും നിന്റെ അഹംഭാവത്തിന് ഒരു കുറവുമില്ലല്ലോ. നീ ഇപ്പോഴും അഹംഭാവിക്കുകയാണ്, അഹങ്കരിക്കുകയാണ്. നിങ്ങളെ ഒന്നും ഞാൻ വെച്ചേക്കൂല, എവിടെ കിടക്കേണ്ടി വരുന്ന ഓർമ്മയിരുന്നോട്ടെ എന്നെല്ലാം ഭീഷണിയെല്ലാം മുഴക്കുന്നല്ലോ എന്ന് അയാളെ നോക്കി ഞാൻ പരിതപിച്ച് ചിരിച്ചു പോയതാണ്. ഇതാണ് സത്യത്തില് സംഭവിച്ചത്. അപ്പോ ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഭൂമി ഇന്നും നിലനിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യയെ പോലെ, ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത ആ സ്ത്രീയെ പോലെ, അവരെ പോലെയുള്ളവരുള്ളത് കൊണ്ടാണ് ഭൂമി ഇന്നും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മളെല്ലാ മനുഷ്യരും അറിയാത്ത ഒരു കാര്യം, നമ്മളെ അറിയിക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാത്തത്, ഇല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യം, തൊട്ടു പുറകെ മരണമുണ്ട്. നീ ജനിച്ച ഉടനെ നിന്റെ പുറകെ നടക്കുന്ന ഒരാളുണ്ട് എന്ന സത്യം നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല, നമ്മൾ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ നാളെ, മറ്റന്നാളെ, പിറ്റന്നാളെ, അടുത്ത കൊല്ലം, 3 കൊല്ലം ഇങ്ങനെ ഞാൻ ജീവിക്കും, പിന്നെ ഞാൻ ആരാ എന്ന ചിന്തയിൽ അഹങ്കരിച്ച് ജീവിക്കാൻ. അപ്പോ ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ചിന്ത, ഈ ഒരേ ഒരു ചിന്ത, അഹങ്കാരം, ഞാൻ ഒന്നും സംഭവിക്കില്ല എന്ന ചിന്ത, ആ ചിന്ത കൊണ്ട് മാത്രമാണ് മനുഷ്യർക്ക് ഇത്രയും ദുരിതങ്ങളുള്ളത്. ദുരിതങ്ങൾ ഒന്നും ഇല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അടുത്ത നിമിഷം എനിക്കില്ല എന്ന ചിന്ത മനുഷ്യന് വന്നു കഴിഞ്ഞാൽ ദുരിതങ്ങളെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി എനിക്ക് പോകാൻ അനുവാദം തരണം. ഈ ഒരു പാഠം ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം ഭൂമിയിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് ആ മാലാഖ തിരിച്ചു പോവാൻ. അപ്പോ ഇതായിരുന്നു ടോൾസ്റ്റോയ് പറഞ്ഞ ആ സ്റ്റോറി. അതിലെ ആ അഹങ്കാരിയായ ആ മന്ത്രി അല്ലെങ്കിൽ നോബിൾ, അയാളെ പോലെയല്ലേ നമ്മളിൽ പലരുമല്ല, ഒട്ടുമിക്കവരും. നമ്മൾ ആരെയും ഒഴിവാക്കണ്ട അതില്. നമ്മളെല്ലാവരും എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഭയങ്കരനാണ്, ഞാൻ നാളെ ഉണ്ടാവും, മറ്റന്നാളെ ഉണ്ടാവും, ഇവരൊക്കെ മരിച്ചു പോയാലും അപ്പോഴും ഉണ്ടാവും എന്ന ഇതിലാണ്. നമ്മുടെ തൊട്ടുപുറകെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന ലെവലിൽ നമ്മുടെ മുന്നിൽ മരണമുണ്ട്. പക്ഷെ എത്ര പേര് നമ്മളിൽ അത് ആക്സെപ്റ്റ് ചെയ്യും? ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ എത്ര പേര്, നമ്മളെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്ന ആന്റണി പുത്തൻപുരയ്ക്കൽ പറയുന്ന ഒരു കാര്യമില്ലേ, ഈ നിമിഷം മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ, ഈ നിമിഷം മാത്രമേ നമ്മൾ ആലോചിക്കാവൂ. എത്ര പേര് അങ്ങനെ ചെയ്ത് ജീവിക്കുന്നുണ്ട്? നമ്മളിപ്പോഴും അടുത്ത കൊല്ലം ഇത്ര തീയതിയിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവും ഇത് പറഞ്ഞപ്പോ ഇതിന്റെ കൂടെ മഹാഭാരതത്തിൽ ഇതേപോലെ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയും ഇതിന് സമാനം തന്നെയാണ്. ഭിക്ഷയാചിച്ച് വന്ന ഒരു ആളോട്, ഒരു പാവം കർഷകനോട് യുധിഷ്ഠിരൻ പറയുന്നതാണ്, ഞാനിപ്പം മന്ത്രിമാരുമായി ചർച്ചയിലാണ്, അതിന്റെ ഇടയിൽ വന്ന് നിനക്ക് ദാനം തരാൻ പറ്റില്ല, നീ ഇന്ന് പോയിട്ട് നാളെ വാ, ഞാൻ നിനക്ക് ദാനം നാളെ തരാം, എന്തു വേണമെങ്കിലും നാളെ തരാം എന്ന് പറയുമ്പോ ഭീമൻ അവിടെ നിന്ന് എല്ലാവരെയും കൈകൊട്ടി വിളിച്ചിട്ട് പറയാം, വേഗം വരൂ, വേഗം വരൂ, വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം, നമുക്ക് ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം, ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങൾക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ. ഈ ബഹളം എല്ലാം കേട്ടപ്പോ യുധിഷ്ഠിരൻ ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണത്? ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. പറയാ, എന്റെ സഹോദരൻ യമനെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കണമെന്ന്. യുധിഷ്ഠിരന് 1 മിനിറ്റ് എന്താണ് മനസ്സിലായില്ല. എന്താണെന്ന് ചോദിച്ചപ്പോ, അല്ല, ഇന്ന് എൻ്റെ ഏട്ടൻ മരിക്കില്ല, നാളെ വരെ ദാനം കൊടുക്കുന്നവരെ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഏട്ടൻ പറയുന്നത്, യമൻ ഇന്ന് വന്നാ നീ അവിടെ നിൽക്കുമോനെ, എനിക്ക് ഇയാൾക്ക് ദാനം കൊടുക്കാണ്ടെന്ന് പറയുന്നല്ലേ. അങ്ങനെ ഒരു സ്റ്റോറി നമ്മുടെ
മഹാഭാരതം ആ ഇതിലും പറയുന്നുണ്ട്. അപ്പോ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, ഇന്നില്ല നാളെ വാ എന്ന് പറയുന്നത് പോലെ. അപ്പൊ എനിക്ക് എന്താ പറയാ, ഈ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ കഥ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരുപാട് എന്നെ ടച്ച് ചെയ്ത ഒരു സ്റ്റോറി ആയതുകൊണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കാന്ന് വിചാരിച്ചതായിരുന്നു. എനിക്ക് അത് അതിൻ്റെ രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് മേ ബി ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവാം, ഐ ഡോണ്ട് നോ. എനിവേ, എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ കമന്റ്സ് എന്തായിരിക്കും എന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. താങ്ക് യു മാം. തീർച്ചയായിട്ടും വളരെ പ്രത്യേകതയോടുകൂടി തന്നെയാണ് മാം കഥ പറഞ്ഞത്. എല്ലാ പോയിന്റ്സും അതിൻ്റെ അകത്ത് കഥയുടെ ആ മാറ്റ് പോലെ തന്നെ അതിൻ്റെ അകത്ത് തിളങ്ങി വന്നു. ഒരു ചെരുപ്പ് കുത്തിയുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ എല്ലാ സാഹചര്യങ്ങളും, അദ്ദേഹം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, അദ്ദേഹത്തിനൊരു ഓഫർ, വൈഫിനൊരു ഓഫർ കൊടുക്കുന്നു, ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, അദ്ദേഹവും ആ വ്യക്തിയുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. ഭാര്യ കാര്യം വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം കൃത്യമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നു. ചെരുപ്പ് കുത്തി അദ്ദേഹത്തിൻ്റെ അപ്രൻറ്റീസായിട്ട് പഠിപ്പിക്കുന്നു. അദ്ദേഹം പുതിയൊരാളായി മാറുന്നു. പിന്നെ ഉള്ള സംഭവങ്ങൾ വളരെ മനോഹരമായി അവസാനം വരെ വലിയൊരു മോറൽ വാല്യൂ കൂടെ അത് പറയുകയാണ്. അദ്ദേഹം ഒരു മാലാഖയായിരുന്നു എന്നും ഈ നമ്മുടെ ലോകത്തേക്ക് വളരെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ വന്നതാണെന്നും അതിന് പ്രത്യേക അർത്ഥങ്ങളുണ്ടെന്നും അതിൽ അദ്ദേഹം കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ, കരുണയും സ്നേഹവും അനുകമ്പയും ഒക്കെ കാണാം. അതിൻ്റെ ഒപ്പം അഹങ്കാരത്തിൻ്റെ ശക്തിയും കൃത്യമായിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ദൗത്യം പൂർത്തിയാക്കി പോകുന്നതായിട്ടാണ് വളരെ മനോഹരമായി കഥ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരിൽ നിന്നും കൂടെ ചോദിക്കാം. നമുക്ക് സർ. അഡ്മിറ്റ് ചെയ്തു. ഉണ്ടാകുന്നില്ലേ നാട്ടി? ഓക്കെ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. മീനാക്ഷി മാം വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒരു കഥ കേൾക്കുകയായിരുന്നു. ഇതൊരു 3-4-5 മിനിറ്റ് ഒന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കഥ അറിയാമായിരുന്നു. സാധാരണ നിലക്ക് ഒരു വ്യക്തിക്ക് അറിയുന്ന കഥ മറ്റൊരാൾ പറയുമ്പോൾ അതിൻ്റെ ആസ്വാദ്യത കുറഞ്ഞു പോകാറാണുള്ളത്. പക്ഷെ ഇവിടെ സംഭവിച്ചത്, മാഡം ഓരോ എപ്പിസോഡ് മാറ്റുമ്പോഴും പേജ് മറിക്കുന്ന പോലെ അടുത്തതിൽ എന്തോ പറയാനുണ്ട്. ഞാൻ എൻ്റെ അറിവ് ഞാൻ വിട്ടു, മാഡത്തിൻ്റെ അറിവിലേക്ക് കയറി വന്നപ്പോഴാണ് അത് കൂടുതൽ ആസ്വാദ്യകരമായത്. കഥ പറച്ചിലിൻ്റെ ശൈലി ഞാൻ പറഞ്ഞല്ലോ, ഓരോ പേജ് മറിക്കുമ്പോഴും മാഡത്തിൻ്റെ മുഖത്ത് ആ ഹാപ്പിനെസ് കയറി വരുന്നതായിട്ട് തോന്നും. ഒരു സ്വിച്ച് ഇട്ടു, ബൾബ് കത്തുന്നു, പിന്നെ ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊന്ന് പ്രകാശം കയറുമ്പോൾ നമ്മൾ ആ ബൾബിലേക്ക് ഒന്ന് നോക്കും. കാരണം ഇത് അവസാനിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയതാണ്. ഇവിടെ വോൾട്ടേജ് കൂടിയതാണ്. ആസ്വദിച്ചാണ് മാം ഈ കഥ പറഞ്ഞത്, ആസ്വദിച്ചാണ് പറഞ്ഞത്. എനിക്കിവിടെ കൂട്ടിച്ചേർക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. മരണമെന്ന അതിലളിതമായൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുറകിലും മുന്നിലുമായി നടക്കാറുണ്ട്. അത് നമ്മുടെ സ്വന്തം നിഴലാണ്. ഈ നിഴലിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ നിയന്ത്രിക്കുന്നത് സൂര്യദേവനാണ്. സൂര്യദേവൻ നമ്മുടെ പുറകിലെത്തുമ്പോൾ നമ്മുടെ നിഴൽ നമ്മുടെ മുന്നിലെത്തുന്നു. അപ്പം മുന്നിലും പുറകിലുമായി മാറി മാറിയാണ് ഈ മരണമെന്ന ആ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം മാം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഏത് നിമിഷമാണ് എൻ്റെ അന്ത്യമെന്നറിയാത്ത ഞാൻ എത്രയോ കാലത്തിനപ്പുറത്തേക്ക് അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടെ മാം പറഞ്ഞു, ഞാൻ പ്ലാൻ ചെയ്യുകയാണ്, അടുത്ത 3-ാം തീയതി, അടുത്ത 13-ാം തീയതി, അടുത്ത 16-ാം തീയതി ഞാൻ പോകുന്നു. മാഡം എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നത്, ഞാൻ ഈ 13-ാം തീയതി ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കും.
അതൊക്കെ കാൽക്കുലേറ്റഡ് എല്ലാം ചെയ്തു എന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനി പെട്ടിക്ക് ഒരു പൂട്ട്, ഒരടയാളം, അത്രയും മതി. എന്തായാലും ഒത്തിരി സന്തോഷം മാം, ഇങ്ങനെ ഒരു കഥ ഈ അവസരത്തിൽ കേൾക്കാൻ പറ്റിയത്. സാബു സാറ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നല്ല ഒന്നാം തരം ഒരു കഥ നമുക്ക് കിട്ടി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സാർ. രത്നമാം കേൾക്കാമോ? കൂട്ടുകാരുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അറിയുന്ന കാര്യം തന്നെ സാറേ. എന്നാലും മീനാക്ഷി മാഡത്തിന്റെ കൊണ്ട് കേട്ടപ്പോ ഒരു വലിയ സുഖം. ഓക്കെ നല്ല അല്ലേ ഇപ്പോഴത്തെ ജീവിതത്തിന് ആവശ്യമുള്ളൊരു മാറ്ററാ. നമുക്കൊരു ഒന്ന് പിന്നോക്കം തിരിയുന്ന ആവശ്യമാണ്. മുന്നോട്ടന്നെ ഓടിപ്പോവാതെ ഒന്ന് ചിന്തിച്ച് ചെയ്യുന്നത് കാര്യമാണ്. ഭയങ്കര മഴ ഇട്ടു സാറേ. അവിടെ ഞാൻ നിർത്തുകയാണേ. ഓക്കെ. സ്നേഹലത മാം കേൾക്കാമോ? സ്നേഹലത മാം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഈ കഥ ഇത്രയും മനോഹരമായിട്ട് സാധാരണ ഈ കഥ എഴുതിയത് വായിക്കാറാണുള്ളത്. അല്ലെങ്കിൽ ട്രാൻസ്ലേഷനൊക്കെ വരുമ്പോൾ അത് പേജ് ബൈ പേജ് ഇങ്ങനെ മറിച്ച് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു മൊണോട്ടണസ് വായനയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഈ ലിയോ ടോൾസ്റ്റോയുടെ കഥകൾ എല്ലാം നമ്മൾ മിക്കവാറും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യാറില്ല. അന്ന കരീനയും അതേപോലെ യുദ്ധവും സമാധാനവും ഒക്കെ. അപ്പോൾ ഇതിൽ എനിക്ക് ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥാവതരണമായിരുന്നു. കാരണം ഈ ഒരു പുതിയ മലയാള പദങ്ങൾ കുറച്ച് മാഡം കണ്ടുപിടിച്ച് പറഞ്ഞു. സാധാരണ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ അതിൽ ആദ്യത്തെ പദമായിട്ട് ഞാൻ മാഡം പറഞ്ഞു കേട്ട് ശുഷ്കിച്ച് ജീവിക്കുക. അത് ഒരു എഴുത്തുകാരും പറയാത്തൊരു വേർഡ് മാം അറിയാതാണോ അറിഞ്ഞിട്ടാണോ ചെരുപ്പ് കുത്തി ശുഷ്കിച്ച് ജീവിച്ചു എന്ന്. എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ റഷ്യൻ ഭാഷയിൽ എഴുതിയ ഒന്നില് ഈ ശുഷ്കിച്ച് ജീവിച്ചു എന്ന്. അതേപോലെ കഥയുടെ ഇടയിൽ അയാള് ഓന്ന് കരഞ്ഞു. റഷ്യക്കാർ ഓന്നാണോ കരയുന്നത് അതോ വീപ്പിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. മാം പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ എനിക്ക് കോടാലി വെച്ചു പറഞ്ഞൊരു പ്രയോഗമാണ്. ഒരു ചിരി പാസാക്കി. അതെ, ഒരു പിന്നെ ഈ മാലാഖ വന്നത്, മാലാഖയെ പിന്നെ മാം വിശേഷിപ്പിച്ച് അങ്ങനെ അറിയാം, ആ ചെക്കൻ എന്നാണ്. ചെക്കൻ എന്നൊരു പരിഭാഷ റഷ്യൻ ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്നു എന്നു. അതേപോലെ അത് കേട്ട് അയാൾ കണ്ണ് തള്ളിപ്പോയി. ഒരിക്കലും ടോൾസ്റ്റോയി കണ്ണ് തള്ളിപ്പോയി എന്നൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. മാഡം അത് പിന്നെ ഞാൻ 2 ചിരി ചെക്കനെ ഒരു 3 ചിരി ചെക്കനാക്കി മാറ്റി. 3 ചിരി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മാഡത്തിന്റെ അതേ ഭാഷ കടം കൊണ്ടുകൊണ്ട് 3 ചിരി ചെക്കൻ എന്ന് പറയാനിടയായത്. അപ്പൊ അത് എനിക്ക് തിരിച്ചു പോകാനൊക്കെ സമയമായി എന്നൊക്കെ അലിവ് പോയത്. എവിടെ കൊണ്ടുവരാൻ പറഞ്ഞ ആള് ഇത് ഇങ്ങനെ ഒരു വികാരരഹിതമായിട്ട് പറയാം. എവിടെ വരാൻ പറഞ്ഞ ആളെന്ന് ദൈവം ചോദിക്കുന്നതിന് പകരം എവിടെ കൊണ്ടുവരാൻ പറഞ്ഞ ആള് എന്നും പറഞ്ഞ് മാഡം അങ്ങ് വികാര വിക്ഷോഭം കൊള്ളുകയാണ്. അത് ഈ കഥയിലേക്ക് ലയനാൻ സാർ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങോട്ട് പിടിച്ച് നിർത്താനായിട്ട്. എന്തായാലും ഈ കഥ കേട്ടതുകൊണ്ട്, പണ്ടേ വായിച്ച കഥയാണെങ്കിൽ പോലും ഈ ലിയോ ടോൾസ്റ്റോയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. 2 നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. ലിറ്ററേച്ചറിനും കിട്ടി, പീസിനും കിട്ടി, 2 നോബൽ പ്രൈസ്. പക്ഷേ മാഡം എനിക്ക് തോന്നുന്നു ഈ സോഫിയയുടെ പുനർജന്മമാണെന്ന് തോന്നുന്നു. ടോൾസ്റ്റോയുടെ ഭാര്യയുടെ പേര് സോഫിയ എന്നായിരുന്നു, അറിയാമല്ലോ. ആദ്യം അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുന്നത് ഈ ഭാര്യയായിരുന്നു. ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര ചണ്ടയായിരുന്നു. ടോൾസ്റ്റോ എഴുതിക്കൊണ്ടിരിക്കുന്ന തലയെ കൊണ്ട് കുടത്തിൽ വെള്ളം കൊണ്ട് ഒഴിക്കുകയും ഇവര് തമ്മിൽ വലിയ പ്രശ്നമാണ്. 82-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് വിട്ടുപോയി, ഈ ഭാര്യയുടെ ശല്യം കലഹവും സഹിക്കാൻ വയ്യാതെ. എന്നിട്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് ടോൾസ്റ്റോയ് മരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ. പക്ഷേ അവർക്ക് ഭാഗ്യം ഉണ്ടായത് എന്താ അറിയോ? ടോൾസ്റ്റോയുടെ കഥ ആദ്യം വായിക്കുന്നത് ഭാര്യയാണ്, പകർത്തെഴുത്താനായിട്ട് കൊടുത്തിരുന്നത് ഭാര്യയാണ്. എന്തായാലും ഈ കഥ കേട്ടവരെല്ലാം ഇനി പള്ളികളുടെ അടുത്തൂടെ രാത്രിയിൽ സഞ്ചരിക്കുക, മുറ്റത്ത് ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് നോക്കും. ഒരു സംശയമില്ല. കാരണം ഇത് അങ്ങനെ ഒരു രസകരമായ പക്ഷെ ഈ 1800-ന്റെ അവസാനമൊക്കെ 1800-ലാണെന്ന് തോന്നുന്നു ടോൾസ്റ്റോയ് ഇരുന്നത്. അദ്ദേഹം ഈ 1900-ന്റെ ആരംഭത്തിലോ മറ്റോ വരെ അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് ആണ് എനിക്കൊരു ഓർമ്മ വരുന്നത്. അപ്പൊ ഇതില് മരണം
അത് വലിയ അതിഗംഭീരമായിട്ടുള്ള ഒരു മനുഷ്യാവസ്ഥയാണ്. ഈ മരണം വന്ന് മുട്ടി വിളിക്കുമ്പോൾ മരണം വാതിൽക്കൽ ഒരു നാൾ മഞ്ചലുമായി വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തൊട്ടുപുറയിലുള്ള. പക്ഷെ ടോൾസ്റ്റോയിലെ അറിയാതെ മാഡം ഭയങ്കരമായിട്ട് ഇതിന്റെ പുറത്ത്, ഈ കഥയുടെ പുറത്ത് കുറച്ച് സ്വർണ്ണത്തരികൾ വിതറി. ഇതിൽ മഹാഭാരതത്തിലെ വലിയ ധർമ്മിഷ്ഠനായ നമ്മുടെ ധർമ്മപുത്രരെ ഈ വെറും തീറ്റപ്പണ്ടമായ ഭീമൻ ഒരു വലിയ പാഠം പഠിപ്പിച്ചു കൊടുത്തു. കൈകൊട്ടി ചിരിച്ചുകൊണ്ട്, ദാ എൻ്റെ ജ്യേഷ്ഠൻ മരണദേവനെ ജയിച്ചിരിക്കുന്നു, നാളെ വരൂ ദാനം മേടിക്കാൻ ബ്രാഹ്മണ എന്ന് പറയുന്നത് പോലെ അത് ഇതുമായിട്ട് ഈ സാൻഡ്വിച്ച് ചെയ്ത് എടുത്തതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ മഹാഭാരതത്തിലെ സ്വർണ്ണത്തരികൾ എടുത്ത് ഈ കഥയുടെ മുകളിൽ, നമ്മൾ കേക്കിന്റെ മുകളിലും ഒക്കെ ഐസിങ് നടത്തില്ലേ, ബ്യൂട്ടിഫിക്കേഷൻ പോലെ, ആ കഥയും ഈ കഥയും കൂടെ സാൻഡ്വിച്ച് ചെയ്തെടുത്തത് ഗംഭീരായി. ഞാൻ എന്തായാലും പേരൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഈ കാർത്തിക മീനാക്ഷി അമ്മ എന്ന് നമുക്കിനി പേരിടാം. അതാരാ? നന്നായി. ആ ഗംഭീരമായ അവതരണമാണ് മാഡം. ഇനിയും ഇതുപോലെ കഥ പറയണം കേട്ടോ. ഈ കഥ വായിക്കുകയല്ല, ഇത് പറയുകയും ഫീൽ ചെയ്യിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഒരു അതുപോലെ ഈ നമ്മുടെ ഗംഭീരമായിട്ടുള്ള അന്നത്തെ റഷ്യൻ എഴുത്തുകളുടെ ഒക്കെ ഒരു പ്രത്യേകത, ടോൾസ്റ്റോയുടെയും ഒക്കെ ആ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വലിയ കാൽപ്പനിക കഥയാണ്. സങ്കല്പത്തിൽ മാലാഖയൊന്നും താഴെ വീഴാനും പോകുന്നില്ല, മഞ്ഞുമൂടി കിടക്കാനും പോകുന്നില്ല. പക്ഷേ ഈ മഹാദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ നന്മകളെ പറ്റിയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല കഥയാണിത്. കുറെ കൂടെ മനുഷ്യരെ റിഫൈൻ ചെയ്തെടുക്കാനും ഒക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഈ ഇത്തിരി ബൗളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആ സൂപ്പും, അതേപോലെ തന്നെ അനാഥയായ കുട്ടിയെ കൊണ്ടുവരുന്ന ആ ഒരു അമ്മയും ഒക്കെ, അപ്പൊ അത് നമുക്ക് വലിയ സന്ദേശം തരും. അത് നമ്മൾ ഉടലോടെ സ്വർഗത്തിൽ പോകാനൊന്നും അല്ല, പക്ഷെ ഈ കെയറിങ് ആൻഡ് ഷെയറിങ്, അത് ഈ 3 ചിരിയൻ ചെക്കനെ, ഒന്നാമത്തെ ചിരി ഈ ദാനം ചെയ്യുന്ന ചെരുപ്പൂത്തിയുടെ ഭാര്യയുടെ കണ്ണിലെ അത് മാഡം ഒരു വാക്ക്, ഒരു പുതിയ ഒരു മലയാളം വാക്ക് കൂടെ സമ്മാനിച്ചു. എന്താ അറിയോ? കണ്ണിലെ കമ്പാഷൻ. എന്തൊരു പ്രാസമാണത്, കണ്ണിലെ കമ്പാഷൻ, ദൈവം നോക്കി എന്നൊക്കെ. ഇത് മലയാളം ഇംഗ്ലീഷിലൊക്കെ കൂട്ടിച്ചേർത്തതാണെങ്കിൽ പോലും കണ്ണിലെ കമ്പാഷൻ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പ്രയോഗം. എനിവേ, ദറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ നറേഷൻ ആൻഡ് യു ഹാവ് പ്രസന്റഡ് ഇറ്റ് എക്സലന്റ്ലി. താങ്ക് യു സോ മച്ച്. Thank you, Doctor. Thank you so much for your kind words. ഇനി ആരോടാ? സ്നേഹിത മാം പറയും. കേൾക്കാമോ സാർ? കേൾക്കാം പറയും. കഥ അതിഗംഭീരം, മാമിന്റെ കഥനം അതിനേക്കാൾ ഗംഭീരം. ഇത് എങ്ങനെ പ്രശംസിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് കഥ പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനൊക്കെ ചുമ്മാ വായിക്കത്തേ ഉള്ളൂ. ഇത് വളരെ നന്നായിരിക്കുന്നു. ആ മാനസിക മൂല്യങ്ങളും വളരെ നന്നായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കഥ. അത് അതേ തരത്തിൽ തന്നെ സാംബശിവൻ കഥ പറയുന്നത് പോലെ ഒരു പറച്ചിലായിരുന്നു. വളരെ നന്നായിരുന്നു. ഒരു മിനിറ്റ് പോലും എഴുന്നേക്കാതെ ഞാനിത് കേട്ടോണ്ടിരുന്നു, നടുവേദനയായിട്ടും. താങ്ക് യു മാം. Thank you so much. ശരിക്കും ഈ കഥയുടെ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര സമയം എടുക്കുന്നു, പക്ഷെ അത് സമയത്തിലൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ലിയോ ടോൾസ്റ്റോയുടെ ഈ കഥ എത്ര സമയം കൊണ്ട് പറയുമെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു. എങ്ങനെയായിരിക്കും ഇത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും സംഭവിക്കട്ടെ, നമുക്ക് നോക്കാം എന്ന് ഞാൻ പിന്നെ ചോദിച്ചു. ഓക്കെ, രാജ് സാർ കേൾക്കാവോ? കേൾക്കാം സാറേ. ഞാൻ തുടക്കത്തിൽ എനിക്ക് ഒന്ന് 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. പക്ഷേ കഥ ഞാൻ നേരത്തെ പണ്ട് വായിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് വായിച്ച കഥ എനിക്ക് അത്ര ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇനിയും ഈ മീനാക്ഷി മാഡം പറഞ്ഞ കഥ കേട്ട് ഇനി ഒരിക്കലും ഞാൻ മറക്കുകയില്ല. കാരണം ആ രീതിയിലാണ് മാഡം കഥ പറഞ്ഞത്. കഥയുടെ പേര് ഞാൻ മറന്നുപോയി. എന്താണ് പേര്? കഥയുടെ പേര് How Men Live It. How Men Live It. താങ്ക് യു മാഡം. ഈ ഹൗ മെൻ ലിവ് ഇറ്റ് എന്നുള്ള ഈ ടോൾസ്റ്റോയുടെ കഥ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടോൾസ്റ്റോയ് ലോക സാഹിത്യത്തിലെ മുടിചൂടാമനാണ് പറയാൻ സാധിക്കും. ആ റഷ്യൻ സാഹിത്യകാരനായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ രണ്ട് നോബൽ പ്രൈസ് കിട്ടിയതായ വ്യക്തി. അദ്ദേഹത്തിന്റെ കഥയാണ്. തീർച്ചയായിട്ടും വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. വളരെയധികം മൂല്യബോധം, വളരെയധികം ധാർമ്മികത നിറഞ്ഞു നിൽക്കുന്നതായ കഥയാണ്. എന്നാൽ അത് കഥയേക്കാൾ ഉപരി മാഡത്തിന്റെ ആ കഥനം അല്ലെങ്കിൽ മാഡത്തിന്റെ ആ പറച്ചിലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഈ കഥ ഒരിക്കലും ഞാൻ മറക്കുകയില്ല.
കാരണം ഞാനിത് താങ്ക് യു. പണ്ട് വായിച്ചിട്ടുണ്ട്. പക്ഷെ ചില ചില കഥാപാത്രങ്ങളെ മാത്രമേ ഓർക്കുന്നുള്ളൂ. അത് എപ്പോഴും ഓർക്കുന്നില്ല. തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. ഇങ്ങനെയായിരിക്കണം കഥ അവതരിപ്പിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ഇവിടെ കഥ അവതരിപ്പിക്കാത്തപ്പോൾ ഞാൻ വെറുതെ വായിച്ചു പോകുന്നതിൽ എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ കഥ അവതരിപ്പിക്കണമെങ്കിൽ വളരെ നന്നായിട്ട് കഥ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കൂ. മാത്രമല്ല നല്ല നല്ല ഭാഷയും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നല്ല രീതിയിലുള്ളതായിട്ടുള്ള കഥ പറച്ചിൽ സായത്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും കഥ അവതരിപ്പിക്കാൻ ഞാൻ പഠിച്ചു പോകുന്നത്. കാരണം വായിച്ചു പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും നന്നായിട്ടൊന്നും അവതരിപ്പിക്കാൻ സാധിച്ചില്ല. ഇനി നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള പ്രചോദനമായിട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് മാഡത്തിനെ ഞാൻ അനുമോദിക്കുന്നു. നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ദെൻ ജോർജ് സാർ ഉണ്ട്, ഷീല മാം ഉണ്ട്, റോയ് സാർ ഉണ്ട്. റോയ് സാർ. റോയ് സാർ പറഞ്ഞു. യെസ് മാഡം, ഒരു പഴയ കഥ, അതിനകത്ത് സത്താണ് സാധാരണ ഓർത്തിരിക്കുന്നത്. ഈ ലിയോ ടോൾസ്റ്റോയുടെയും മറ്റു കഥകളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതിനകത്ത് കഥാസാരമാണ് കേൾക്കുന്നത്. അതിങ്ങനെ ഓർത്തിരിക്കുക, പലരോടൊക്കെ പറയാം. പക്ഷേ അത് വളരെ എൻജോയബിൾ ആയിട്ടൊരു പുതിയ കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ, അതായത് 3 ചിരികളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് മാഡം പറഞ്ഞത്. ഒന്നാം മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹം തോന്നിക്കുന്ന ഒരു ഭാഗം. പിന്നെ രണ്ടാമത് ഒരു മരണം പുറകിൽ കാണാതെ ഉള്ള അഹംഭാവം. അതുപോലെ തന്നെ മറ്റേ കമ്പാഷൻ, ആ സ്ത്രീയുടെ കമ്പാഷൻ. ഈ 3 ചിരികളെയാണ് റെപ്രസെന്റ് ചെയ്താണ് അത് അവതരിപ്പിച്ചത്. പക്ഷേ ഇതാണ് കഥയുടെ സത്തയെങ്കിലും അതിൻ്റെ അവതരണം മുഴുനീളെ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അത് ചിരി മാത്രമല്ല, മാഡം ചിരിച്ചുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ രൂപഭാവങ്ങളും ഒക്കെ വളരെ എൻജോയബിൾ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ കഥ പറയണത് ഇങ്ങനെ വേണം എന്ന് ഇതുപോലെ പറയാൻ ശ്രമിക്കണം, എന്നാലേ മറ്റുള്ളവർ കൂടുതൽ എൻജോയ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഹായ് മീനാക്ഷി മാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു. നല്ലൊരു കഥ. രാജു സാർ പറഞ്ഞ പോലെ ഈ കഥ പെട്ടെന്നൊന്നും ഞാൻ മറക്കില്ല. ആദ്യമായിട്ട് കേട്ടതാ. കാരണം ആദ്യമായിട്ട് കേട്ടതാ. പക്ഷെ അവതരണ രീതി അതിഗംഭീരം. അതുകൊണ്ടാണ് അത് കുറച്ച് ആഴ്ന്നിറങ്ങി അങ്ങനെ കുറച്ച് നാൾ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞത്. കഥ അവതരണം അതിഗംഭീരമായിട്ട് കേട്ടു, പറയാതിരിക്കാൻ വയ്യ. ജോർജെ, നീ എത്ര നിസ്സാരൻ എന്ന് തോളത്ത് തട്ടി പറയും പോലെ മനുഷ്യൻ ഈ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് ജീവിക്കേണ്ടതല്ലേ എന്ന് പറയുന്ന 3 ചിരികൾ. ആ വലിയ കഥാപാത്രം അയാളെ കേന്ദ്രീകരിച്ച സത്യത്തിൽ കഥ മുഴുവൻ. മറ്റുള്ളവരൊക്കെ അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സപ്പോർട്ടിങ് എലമെന്റ്സ് നന്നായിരിക്കുന്നു, പറയാതെ വയ്യ. എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനെയാണ് കഥ പറയേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സാബു സാർ എവിടെ പോയി? മീനാക്ഷി മാം, ഓ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. കഥ കേൾക്കാൻ എത്തിയത് ഒരു 3 മിനിറ്റ് ഞാൻ താമസിച്ചു. പക്ഷെ കഥയുടെ ആ 3 മിനിറ്റ് കൂടി കിട്ടാത്തതിലുള്ള വിഷമം എനിക്കുണ്ട്. എന്നിരുന്നാലും കഥ എനിക്ക് കഥ പറഞ്ഞു തരുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്നോട് മാത്രം കഥ പറയുന്നത് പോലെ. അതുപോലെ ആയിരിക്കണം ഇതിലിരുന്ന ഓരോരുത്തരും ആസ്വദിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ഈ കമന്റ്സിൽ നിന്ന് മനസ്സിലായത്. ഓരോ സംഭവങ്ങളുമേ ഇങ്ങനെ അതിന്റെ ആ എക്സ്പ്രഷനും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ സത്യം പറഞ്ഞ സ്ക്രീനിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറി നോക്കിയിട്ടില്ല. ആ കഥ എങ്ങനെയാണ് പോകുന്നതെന്നും അതിന്റെ ക്ലൈമാക്സിൽ എത്തിയെന്ന് ചിലപ്പോ തോന്നും. കാരണം ഞാൻ ഈ കഥ വായിച്ചിട്ടില്ല. അപ്പം അത് എത്തിയെന്ന് തോന്നുമ്പോഴത്തേക്കും മാഡം അത് വേറൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേറൊരു
പോവുക. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഓ അപ്പൊ അവിടെ തീരുമായിരിക്കും. അപ്പൊ അവിടെയും നിൽക്കുന്നില്ല. അപ്പൊ കഥ ഇങ്ങനെ ഭയങ്കര സുഖമായിരുന്നു കേൾക്കാൻ. ഇത്തരം കഥകള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമായിരിക്കും. മാഡത്തിന്റെ ഈ കഥ പറയുന്ന രീതി എല്ലാവർക്കും ഒരു പാഠമാണ്. നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു രീതിയായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. പിന്നെ ഇതിലെ 3 ചിരികളെ കുറിച്ച് പറഞ്ഞു. ചിരിയുടെ വിവിധ ഭാവങ്ങളുണ്ട്. അതില് 3 ചിരികളെ കുറിച്ച്, ഈ 3 ചിരിയിൽ എനിക്ക് തോന്നുന്നു മൊത്തം ചിരികളും അടങ്ങിയിട്ടുണ്ടെന്ന് മാഡത്തിന്റെ അവതരണത്തിലൂടെ അനുഭവപ്പെട്ടു. പിന്നെ മരണമെന്ന് പറയുന്ന സത്യം, അത് എനിക്ക് തോന്നുന്നു ഇരുണ്ടതിനേക്കാൾ നല്ലത് പ്രകാശമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഭൂമിയിലാണ് നമുക്ക് സത്യം പറഞ്ഞാലല്ലേ ഈ ഇരുളിമ അനുഭവപ്പെടുന്നത്, എപ്പോഴും ദുഃഖം അനുഭവപ്പെടുന്നത്. അത് നമുക്ക് സ്വതന്ത്രമായിട്ട് നല്ല മരിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ഫ്രീഡത്തോടു കൂടി ജീവിക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യാശ കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും വളരെ അധികം നന്ദി. നല്ല അവതരണമായിരുന്നു. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയായിരുന്നു. പിന്നെ കമ്പാഷനും എല്ലാ കാര്യങ്ങളും മാഡം വളരെ നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ ഇതിലെ പിന്നെ ഉലഹന്നാൻ സാറ്, സുധോനൻ സാറൊക്കെ അങ്ങ് ഭയങ്കര ഡിഗ്രി ഉള്ള പിന്നെ കമന്റ്സ് ആണ് പറഞ്ഞത്. അത്രയൊന്നും പറയാനൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി അതിൽ നിന്ന് നല്ല നല്ല പോയിന്റ്സ് കിട്ടി. അവര് മാത്രമല്ല, ജോർജ് സാറ്, പിന്നെ നമ്മുടെ രാജു ഫിലിപ്പ് സാറ് തുടങ്ങിയവര് എല്ലാം പറഞ്ഞത് നല്ല നല്ല കാര്യങ്ങളായിരുന്നു. കഥയോടൊപ്പം ആ കമന്റ്സ് കൂടെ കിട്ടിയപ്പോ കുറച്ചുകൂടെ നന്നായി. സന്തോഷം, സന്തോഷം. താങ്ക് യു. ഗോകുമാർ സാറേ പറയൂ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് പിന്നെ ഇന്ന് ഞാൻ നാളെ മരണ അവസ്ഥയിലേക്ക് നമുക്ക് കാത്തിരിക്കാം എന്നേ പറയാനൊക്കൂ. കാരണം ഇന്ന് എനിക്ക് ഏറ്റവും എന്നും ചിന്തിക്കാനുള്ള ഒരു വക ഇതിനകത്ത് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കഥ കേൾക്കുന്നത്. പക്ഷെ എന്നും ചിന്തിക്കാം, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ മരണമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഏറ്റവും നല്ലതായി, നല്ല അവതരണമായിരുന്നു. നന്ദി, നമസ്കാരം. സാറേ, അതെ, അഹങ്കാരമുള്ളവരുടെ കെയർ ഓഫിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അഹങ്കാരമൊക്കെ പറയുമ്പോ ചുമ്മാ ഇരിക്കുമ്പോ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമ്മള് മറ്റുള്ളവരുടെ മുമ്പിലോ നമ്മളൊക്കെയോ അഹങ്കാരപരമായി പെരുമാറുമ്പോൾ പുറകിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. സന്തോഷവും കമ്പാഷനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ണിലെ കമ്പാഷനൊക്കെ വരുമ്പോ ഒന്നും കുഴപ്പമില്ല. ഇതിലാരും ഉണ്ടെന്ന് തോന്നണില്ല സാറേ. ഈ കേട്ടോണ്ടിരിക്കുന്നതിൽ ആർക്കും അഹങ്കാരം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അത് എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ലെന്നേ, അതേ കുഴപ്പം. അത് ഏത് നിമിഷം സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ടൈലർ മെയ്ഡ് പരിപാടി. എല്ലാം നല്ല മനുഷ്യരാ ഇതിലിരിക്കുന്നവര്. അതാ സ്വയം ഓർക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു. വേറെ ഇനി ആരെങ്കിലും ഉണ്ടോ? മാത്യു തോമസ്, സാം സാർ, എല്ലാവരും പറഞ്ഞു അല്ലേ? ഓക്കെ, സോ താങ്ക് യു മാം. അപ്പൊ ഇനി കഥ പറയാനുള്ള ഒരു വലിയ വേദി തുറന്നു കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എത്രയോ വർഷമാ വെറുതെ ആയി പോയെ അല്ലേ? ഇതില് എനിക്കൊരു ഉത്തരവാദിത്തം കൂടി എന്നുള്ളതാണ് അതിന്റെ സത്യം. പുതിയൊരു ചാനൽ തുറന്നു കിട്ടി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും കഥ കഥ പറയാതെ വായിക്കുമ്പോ പോകത്തില്ല. പറയാനും കൂടി വേണ്ടി പഠിക്കണം എന്നുള്ളത് മനസ്സിലായി. അതാണ് ഉണ്ടായത്. ഞാൻ ഇതുപോലെ ഒഴിവുപോലെ ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് ട്യൂസ്ഡേസ് രാത്രി 8:30 ഒരു ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ഇതിൽ വന്ന് ലേറ്റ് ആയാൽ ഇൻ ബിറ്റ്വീൻ. ഇല്ല, അവിടെ മാക്സിമം 8 മണി വരെയൊക്കെ പോകും. അതിനപ്പുറം ഒന്നും കഥകൾ പോകാറില്ല. കാരണം മാക്സിമം 30 മിനിറ്റ്സ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ 2-3 കഥകളൊക്കെ വെച്ച് 30 മിനിറ്റ് വരെ ഒക്കെ നമ്മൾ ആക്കുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുകയാണ്, കഥ പറയൂ. അപ്പൊ എന്നോട് പറഞ്ഞു IPL ഉണ്ട്, അങ്ങനെയുണ്ട്. കഴിഞ്ഞ ആഴ്ച IPL ഫൈനലായിരുന്നു. എങ്ങനെയാ കളി കാണാതിരിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അങ്ങനെ കഥ പറയണ്ട, ഫ്രീ ആയിട്ട് ഫുൾ ടൈം ഇരിക്കാൻ. അപ്പൊ ഇനി അത് വളരെ മനോഹരമായി. അപ്പൊ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. കഥകളൊക്കെ റെഡിയാക്കി വെച്ചോളൂ. എപ്പോഴും വെളിയിൽ എപ്പോ വേണമെങ്കിലും വരാം. അതാണ് സാധാരണ. ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ അവതരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത്. കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. അങ്ങനെ വേണ്ടപ്പോ പറഞ്ഞാൽ ഇതുപോലെ പ്രത്യക്ഷപ്പെടാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനിയിപ്പോ ഇതിനകത്ത് കഥ പറയാത്ത ഒറ്റയാളേ ഉള്ളൂ കേട്ടിരിക്കുന്നത്, അത് ശുദ്ധോധരൻ ഡോക്ടറാ. ദിവസം ബാക്കി എല്ലാരും കഥ പറയുന്നതാ. ഇവരെല്ലാവരും കഥ പറയും. എല്ലാവരും യേശുദാസ് ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ പാടാൻ ഒരുമാതിരി ഗായകരൊക്കെ ഭയപ്പെടും. ഈ നമ്മുടെ മീനാക്ഷി മാഡത്തിന്റെ കഥനം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഉത്ഭയമായി. ഇങ്ങോട്ട് ഇനി
ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ കേൾക്കുകയാണല്ലോ നമ്മള് ഈ കഥ ചവറ് പോലെ അല്ലെ ജീവനില്ലാതെ അവതരിപ്പിക്കേണ്ടത്. ഈ മാഡത്തിന്റെ ഇതിൽ അതും ഈ മാലാഖ ട്രെയിനിങ്ങിനെത്തി എന്നൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് ട്രെയിനിങ്ങിനെത്തി എന്ന് പറയുന്ന പോലെ മാലാഖ മനുഷ്യരും നമ്മുടെ ഇടയിലൊക്കെ ധാരാളം പേരുണ്ട്. അവര് ഈ വളരെ ദാനങ്ങൾ ചെയ്യുന്നവര്, സേവനം ചെയ്യുന്നവര് ഒക്കെ. ഈ കഥയ്ക്കൊരു നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കാണാതെ ഒരുപാട് പേര് ഈ ഇതിന്റെ മരണഭീതിയല്ല, നന്മ ചെയ്യണമെന്നുള്ള വലിയൊരു തോന്നല്. മരണം വന്നുകൊള്ളട്ടെ, അത് ജനിച്ചാൽ മരിക്കണം എന്നുള്ളതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. എല്ലാ ഡോക്ടർമാരും മരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഭയങ്കര ഭരണാധികാരികളും ഒക്കെ മരണത്തിന്റെ മുന്നിൽ ചുരുണ്ടുകൂടി കിടക്കുകയും ചത്തുപോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ഈ കമ്പാഷൻ, ഒരു 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 ഈ എന്താ പറയുക, നമ്മൾ കെയർ ചെയ്യണം. ഈ സഹായം ആവശ്യമുള്ളവരുടെ നേരെ ഒരു ഒരു ബൗൾ സൂപ്പെങ്കിലും നമ്മൾ നീട്ടിക്കൊടുക്കണം എന്നുള്ള വലിയൊരു പാഠമാണത്. അതൊക്കെ നമ്മളൊക്കെ എല്ലാം തികഞ്ഞിരിക്കുന്നവരും നമ്മുടെ പാനപാത്രങ്ങൾ തുളുമ്പുന്ന ഇറ്റ് തുള്ളികളാണ് മറ്റുള്ളവർക്ക് നമ്മളൊക്കെ കൊടുക്കുന്നത്. എന്നാ ഇരുന്നോട്ടെ, ഒരു ക്യാൻസർ രോഗി ചികിത്സാ സഹായം തേടി വന്നു, ശല്യം, അതാ ഇരുന്നോട്ടെ, ഒരു 100 രൂപ കൊടുത്ത് വിട്ടു. അപ്പോ ഓക്കെ, അതല്ലാത്ത ഒരു ഇതില്ലേ, ഇല്ലായ്മയുടെ ഇടയിലുള്ള സർവീസ്, അത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ എടുത്തു കൊടുക്കുന്നത്. ഈ അല്പം ഈ അസീസിയെ പറ്റിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ പകുതി, ബ്ലാങ്കറ്റിന്റെ പകുതി മുറിച്ചിട്ട് ഈ തണുത്ത് കിടക്കുന്ന ആളിനെ പുതപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ, അതൊക്കെ അത് ഗംഭീരമായ, അല്ലാതെ ഈ പാനപാത്രം തുളുമ്പുന്ന തുള്ളികൾ കൊടുക്കലല്ല. എനിക്കത് ആണ് കിട്ടിയത്. ഞാൻ മരണത്തിന് ശേഷം ഇത് കേട്ടിട്ടൊന്നും പേടി തോന്നിയില്ല. പുറയിലുണ്ടാവട്ടെ, എപ്പോഴും ഉണ്ടായിക്കോട്ടെ, ഇപ്പൊ ഈ ശ്വാസം നിലച്ചു പോകട്ടെ, പക്ഷെ നമ്മൾ ഈ സഹായങ്ങൾ ചെയ്യണം എന്നുള്ള വലിയൊരു മെസ്സേജ്, അത് ദാറ്റ്സ് എ വണ്ടർഫുൾ മെസ്സേജ്. ഇപ്പൊ മറന്നു പോകുന്ന ഒരു കാര്യമാണത്. എന്തായാലും നന്നായി, സമ്പന്നതയുടെ ഇടയിൽ നമുക്ക് ഇതേപോലുള്ള ചില കഥകളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. ഇറ്റ്സ് എ വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. ഒരു അനൗൺസ്മെന്റ് ആണ് ഡോക്ടർ സുധാനന്ദ് സാറിന്റെ പ്രത്യേക അറിവിലേക്കാണ്. സാർ, ഈ 13-ാം തീയതി ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ കറങ്ങാൻ പോവാണ്, ഞാനും ഫാമിലി. അപ്പോ എല്ലാവിധ പ്രാർത്ഥനകളും എനിക്ക് തരിക. തീർച്ചയായിട്ടും സാർ, ഇന്നത്തെ ന്യൂസ് കാണണ്ട കേട്ടോ, ആഫ്രിക്കൻ ട്രിപ്പിന്റെ. കഥ പോയില്ല, കഥ പോയില്ല, കഥ പിന്നെ പോകരുതല്ല. സാർ പോയിട്ട് വരും. ആഫ്രിക്കയും ഒക്കെ കണ്ടിട്ട്, മനുഷ്യൻ ഒറിജിനേറ്റ് ചെയ്ത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് ഹോമോസാപ്പിയൻ ഉണ്ടായത്. അപ്പൊ അവിടെയൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വരും. അതെ, കുറെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യും. അപ്പൊ അതെ സാർ, ഞങ്ങൾക്കും ഒരു കൂടി അവിടെ പ്രസന്റേഷൻ നടത്തണം, കാണാലോ നിങ്ങളുടെ ആഫ്രിക്കയുടെ കൂടെ. പ്രസന്റേഷൻ, പഴയ ജപ്പാൻ യാത്രയുടെ. അല്ല, അത് തീർച്ചയായിട്ടും വരും. പോയി വന്ന ഉടൻ തന്നെ യാത്രയെ കുറിച്ച് ക്ലാസ് ആണ്. പിന്നെ അതെ, ഒരു ക്ലാസ് അതായിരിക്കും. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. ഇവിടെ എല്ലാം ഉണ്ട്. ഒരു ദിവസം യാത്രാ വിവരണം. അതെ, ഒന്നും രണ്ട്. കഴിഞ്ഞ ദിവസം ജപ്പാനിൽ പോയിട്ട് 2 യാത്രാ വിവരണങ്ങളായിരുന്നു. ഒന്നും പേടിക്കണ്ട. പഴയ പൂർവികന്മാരെ കണ്ട്, പഴയ അപ്പൂപ്പനെയൊക്കെ കണ്ട് പോവാ അല്ലേ. ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെ ചോദിച്ചിട്ട് പോരും. ഏതായാലും ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ് കേൾക്കാം. സീ യു, ഗുഡ് നൈറ്റ്. സാറേ ഒരു ശുഭയാത്ര നേരുന്നു ഞങ്ങളുടെ. ഗുഡ് നൈറ്റ് സർ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. പോകുന്നവരെ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഒന്ന് തല കാണിക്കണം, എന്നാലേ ഞങ്ങൾ പെർമിഷൻ തരത്തുള്ളൂ. നമ്മൾ ഒന്നിച്ചു കൂടുകയല്ലേ സാർ, ഓഫ്ലൈനില്. അതെ അതെ അതെ, ആഫ്രിക്കയിലും കയറാൻ കേട്ടോ, അവിടെ നിന്നും കയറാം, നോ പ്രോബ്ലം. നമുക്ക് ലൈവ് തന്നോണ്ടിരിക്കും. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്.